യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ദൈവകാരുണ്യ തിരുനാള് ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ ആ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആ ആഴ്ചയിൽ അടുത്ത ആഴ്ച പുതുഞായർ ആഘോഷിക്കുകയും ദൈവ കരുണയുടെ തിരുനാള് ആഘോഷിക്കാനായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ നമുക്ക് സഭയിലെ അതൊരു അഭ്യാസമായിട്ട് ജപമാല ജപമാലയും കരുണയും നോവേനയും 3 മണി പ്രാർത്ഥനയും എല്ലാം വഴി ഈശോയുടെ ആ കരുണയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകാനായിട്ട് ഇടയായിത്തീരുകയില്ല. ഏറ്റവും പാപിയായ വ്യക്തിക്ക് പോലും ഈശോയുടെ ആ കരുണയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും കരുണ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അങ്ങനെ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈശോയെ അധികം ആരും സ്നേഹിക്കാത്ത രീതിയിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് ഈശോയുമായി ഒരു വ്യക്തിബന്ധത്തിൽ എത്തിച്ചേരാനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഈശോയുടെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകുന്ന ഒരു വാതിലാണ് ഈശോയുടെ ആ കരുണ. ഈശോയുടെ ആ കാരുണ്യത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് ശരണപ്പെടാനായിട്ട് രക്ഷയിലേക്ക് നയിക്കുന്ന 2 വാതിലുകളാണ്. ഒന്ന് അനുതാപവും, രണ്ടാമത്തെ വിശ്വാസവുമാണ്. ഈശോയുടെ ആ വചനം കൊണ്ട് ഓരോ നിമിഷവും നിറയാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തരും തരുന്നമേ. ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധിയിൽ അനുനിമിഷം മുന്നേറാനായിട്ട് കൃപ തരുന്നമേ. ഞങ്ങൾ ഓരോരുത്തരിലേക്കും യേശുവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ധാരാളമായി വർഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഞങ്ങളുടെ മക്കളിലേക്കും ഞങ്ങളുടെ ജീവിത പങ്കാളിയിലേക്കും യേശുവെ അങ്ങയുടെ കരുണ ധാരാളമായി വർഷിക്കാനായിട്ട് ഇത് തരുന്നമേ. നമ്മൾ പാപികളായ ഓരോ വ്യക്തികൾക്കും ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും വലിയ ഒരു വഴിയാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് നമുക്കറിയാൻ സാധിക്കും. ഈശോയെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയിലെ പൂർണ്ണമായി തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് ഈശോയെ നമുക്ക് ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ഓരോരുത്തരുടെയും മന്ദഗതിയിലുള്ള ആത്മാക്കളുടെ ഓരോ വ്യക്തികളെയും നമുക്ക് കരുണക്കടലിൽ മുക്കിയെടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആ കൃപയിൽ ആ സ്നേഹത്തിൽ നിന്ന് കൃപ സ്വീകരിക്കാനായിട്ട് സാധിക്കാത്ത ഒരു യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ശക്തിയെ അവഗണിച്ചുകൊണ്ട് ആ ദൈവസ്നേഹത്തെ സ്വീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ ദൈവകൃപയോട് സഹകരിക്കാൻ സാധിക്കാത്ത ഒരു ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തെ സന്തോഷത്തെ നിരസിക്കുന്നതിലേക്ക് അതിനോടൊക്കെ ദൈവിക കാര്യങ്ങളിലൊക്കെ ഒരു വിരക്തി വരുന്ന ഒരു ആത്മാവിൻ്റെ സ്ഥിതിയെയാണ് ഇവിടെ മന്ദഗതിയിലായിരിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത്. വെളിപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ, നിന്റെ പ്രവൃത്തിയിൽ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, നീ അങ്ങനെയുള്ളവനായിത്തീരുന്നമെന്ന് ഈശോ ചൂടോ തണുപ്പുള്ള വ്യക്തി ആയി നീ തീരുന്നമെന്ന് ദൈവം അതിയായി ആഗ്രഹിക്കുന്നു. ത്രേസ്യ പറയുന്നത് നരകത്തിലേക്കുള്ള പാത എന്ന് പറഞ്ഞാൽ മാരക പാപങ്ങൾ മാത്രം ഇല്ലെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളിലൂടെ നമ്മൾ അതിൽ അശ്രദ്ധമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ മന്ദഗതിയിലുള്ള ആ ഒരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ആ പാപവുമായിട്ടൊരു വിട്ടുവീഴ്ചയിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ സാവധാനം നമ്മൾ നരകത്തിൽ എത്തിച്ചേരുമെന്നാണ് ത്രേസ്യ പറയുന്നത്. അങ്ങനെ ഈശോയുടെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിച്ച് വിശ്വസിച്ചുകൊണ്ട് ഈശോയിൽ ശരണപ്പെടാനായിട്ട് ഈ ഈശോയുടെ ആ 2ാം വരവിന് മുന്ന്
ഈശോ നീതി വിദ്യാളനായിട്ട് വരുന്ന സമയത്തിന് മുന്നേ കരുണയുടെ വാതിലൂടെ നമുക്ക് ഈശോയിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് വിശുദ്ധ കരുണയുടെ തിരുനാൾ ആഘോഷവും കരുണയുടെ പ്രാർത്ഥനയും എല്ലാം ചൊല്ലി നമ്മൾ ഈശോയിലേക്ക് ഏത് പാപിക്കും ഞാൻ എത്രയൊക്കെ ഇതിലൊക്കെ അധപതിച്ചു പോയ വ്യക്തിയാണ്, എനിക്കൊരിക്കലും അതിൽ നിന്ന് കയറി വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നിരാശയിൽ കരുതുന്ന ഏത് വ്യക്തികളെയും ഈശോയുടെ ആ കരുണയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈശോ ഒരിക്കലും അവരെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല എന്നാണ് വിശുദ്ധ ഫൗസ്റ്റീന വഴി നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മുറിവേറ്റവരോടുള്ള ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹമൊക്കെ സക്കറിയസിൻ്റെയും പാപിനിയായ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെയും സമറിയാക്കാരിയ സ്ത്രീയോടൊക്കെ ഈശോ കാണിച്ചത് ഈശോയ്ക്ക് ആ വ്യക്തികളോടൊക്കെയുള്ള ഒരു സ്നേഹമാണ് കാണിക്കുന്നത്. ഈശോയ്ക്ക് പിന്നെ നമ്മൾ ബൈബിളെല്ലാം കാണുന്നത് കരയുന്നവരോടുള്ള ഈശോയുടെ ഒരു സ്നേഹമാണ്. പിന്നെ വിശക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ മത്തായി സുവിശേഷം 13-14 അധ്യായങ്ങളിലൊക്കെ 5 അപ്പം 5000 പേർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈശോ അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഈശോയുടെ ആ സ്നേഹങ്ങൾ എല്ലാം പുതിയ നിയമത്തിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം ഈശോയുടെ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാപികളോടും വേശ്യകളോടും നിരാലംബഹീനരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊക്കെ ഈശോ അവരെല്ലാം ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടിയും വാദിക്കുകയും ചെയ്യുന്ന ഈശോയെ നമുക്കവിടെ പുതിയ നിയമത്തിലെ ബൈബിളിലെല്ലാം കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവമേ നിനക്കിഷ്ടമുള്ള പോലെ എന്നോട് എന്ത് വേണമെങ്കിലും പെരുമാറിക്കൊള്ളുക, ഞാൻ ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അങ്ങനെ ഫൗസ്റ്റീനയ്ക്ക് പരിശുദ്ധ അമ്മയിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാവുകയും അങ്ങനെ ഈശോയുടെ കാരുണ്യത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനുള്ള കരുണയുടെ അപ്പസ്തോലികയായിട്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനയെ ദൈവം തിരഞ്ഞെടുത്തത്. ഈശോയെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന്, ഈശോയുടെ തിരുവസ്തം അനുനിമിഷം എങ്ങനെയാണ് നിറവേറ്റുന്നതെന്നൊക്കെ പരിശുദ്ധ അമ്മ വഴിയും ഫൗസ്റ്റീനയെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിലെല്ലാം കാണാൻ സാധിക്കും. 1931 ഫൗസ്റ്റീനയ്ക്ക് ദൈവകരുണയുടെ ആ സന്ദേശങ്ങളൊക്കെ നൽകപ്പെട്ടു തുടങ്ങിയത്. എളിമ കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കില്ലെന്നാണ് ഫൗസ്റ്റീനയുടെ ഒരു ആത്മീയ പിതാവ് കുംസാരകാരൻ ഇടയ്ക്കിടയ്ക്ക് ഫൗസ്റ്റീനയെ ഓർമ്മിപ്പിച്ചിരുന്നത്. ഈശോയെയും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കടന്ന കടലിൽ പാപങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ വാഗ്ദാനങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഓരോരുത്തരുടെ മേലും യേശുവേ അങ്ങയുടെ കൃപാകടാശം ധാരാളമായിട്ട് ഉണ്ടാകണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും യേശുവിൻ്റെ കരുണ ഞങ്ങൾ ഓരോരുത്തരുടെ കുടുംബങ്ങളിലേക്കും ഞങ്ങളുടെ മക്കളിലേക്കും ഇന്നേ ദിവസം ഈശോയുടെ കരുണ കടലിൽ മുക്കി ഞങ്ങൾ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് ഞങ്ങൾ മാംവീസ ലഭിച്ച വരപ്രസാദാവസ്ഥയിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തരും കൃപ നൽകണമേ. നല്ലൊരു ഉപസാരം നടത്തിക്കൊണ്ട് അനുദപിച്ചുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ കരുണയുടെ തിരുനാൾ ആഘോഷിക്കാനും കരുണാനിധിയായ ഈശോയെ ആരാധിച്ചുകൊണ്ട് സഭ ഇന്ന് നൽകുന്ന ദണ്ഡവിമോചനങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ പാപങ്ങൾക്ക് പൂർണ്ണമായ മോചനം ലഭിക്കാനായിട്ട് സഭ നിർദ്ദേശിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ട് 9 ദിവസം നവനാൾ പ്രാർത്ഥനയിലെല്ലാം പങ്കുചേർന്ന് ഈ തിരുനാളിന് ഒരുങ്ങിയിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും ഈശോയുടെ കരുണയും പാപമോചനവും ലഭിക്കാനായിട്ട് ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈശോയുടെ ആ ഒരു ഛായാചിത്രം കുടുംബങ്ങളിൽ വെച്ച് അത് പ്രാർത്ഥിക്കാനും അതിൽ നൽകുന്ന വെള്ളരശ്മി കുംഭസാരത്തെയും ചുവന്ന രശ്മി വിശുദ്ധ കുർബാനയെയുമാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെ കുംഭസാരവും കുർബാനയും വഴിയും ഈശോയുമായിട്ടൊരു ഐക്യത്തിൽ, ഒരു സ്നേഹത്തിൽ എത്തിച്ചേരാനായിട്ട്, അങ്ങനെ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കാനായിട്ട്, അങ്ങനെ പരിശുദ്ധമായ ഈശോയുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക്, ക്രിസ്തു നമ്മവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഏറ്റവും ദൈവം സ്ഥാപിച്ച കൂദാശകളാണ് വിശുദ്ധ കുർബാനയും കുമ്പസാരവും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുംസാരക്കൂട്ടിലെ അങ്ങനെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട്, അങ്ങനെ ബലിപീഠത്തെ സമീപിച്ചുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ച്, അങ്ങനെ ഈശോയുമായിട്ട് ഒരു സ്നേഹത്തിലെ, വിശ്വാസത്തിലെ ഒരു ഐക്യത്തിൽ എത്തിച്ചേരാനായിട്ട് ഈ തിരുനാൾ ആഘോഷിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭൂതഭാവി വർത്തമാനകാലങ്ങളെല്ലാം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, അങ്ങനെ യേശുവിൻ്റെ കരുണ നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മൾ ധാരാളമായി ഉണ്ടാകാനായിട്ട് ഈശോയുമായിട്ടുള്ള ആ തലമുറ തൻ്റെ ഭക്തരുടെ മേലെ തലമുറകളോളം തന്നെ കരുണ കാണിക്കുമെന്നാണ് ഈശോ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. നിയമാവർത്തനം പുസ്തകത്തിലെ 4-ാം അധ്യായം 31-ാം വാക്യത്തില്, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ളവനാ ദൈവമാണ്, അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ ചെയ്യില്ല. നിങ്ങളുടെ പിതാക്കന്മാരത് ശബ്ദം ചെയ്തിരിക്കുന്ന ഉടമ്പടിയും അവൻ ഒരിക്കലും വിസ്മരിക്കുകയില്ലെന്ന് ആ വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഓരോരുത്തരെയും ഒരിക്കലും കൈവിടാത്ത, നമ്മളെ നശിപ്പിച്ച് കളയാത്ത ഒരു ദൈവമുണ്ടെന്നുള്ളത് നമ്മളെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് അങ്ങനെ ഒരു ദൈവം എന്നുള്ള ബോധ്യത്തിൽ, പ്രത്യാശയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കാം. സങ്കീർത്തനത്തിന്റെ 89-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ കരുണ എപ്പോഴും അവരുടെ മേലുണ്ടായിരിക്കും, അവരോടുള്ള എൻ്റെ അചഞ്ചലമായ സ്നേഹം എന്ന് നിലനിൽക്കും. ആ യേശുവിൻ്റെ കരുണ നമുക്ക് ഓരോരുത്തർക്കും ചോദിച്ച് യേശുവിനെ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ മറ്റുള്ളവർക്ക് കരുണയുള്ള വ്യക്തികളായിട്ട് നമ്മുടെ വാക്കും പ്രവർത്തിയും നമ്മുടെ എല്ലാം അനുദിന ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കരുണ കാണിക്കുന്ന വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ട്, കരുണ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് കാര്യം ലഭിക്കില്ല. നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹത്തിൽ, കരുണയിൽ വർദ്ധിച്ചുകൊണ്ട് കാരുണ്യം കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് യേശുവിൻ്റെ ആ കരുണ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ. അങ്ങനെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, കരുണയുടെ കൃപകൾ, സ്നേഹം, പ്രത്യാശ, അനുതാപം, ഈശോയെ ഞാൻ അങ്ങിൽ ശരണം വരുന്നു എന്നുള്ള ഇതിലെല്ലാം മുറുക്കി പിടിച്ചുകൊണ്ട് ഈശോയുടെ ആ മുഖം, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16 വാക്യത്തിലൊക്കെ ഈശോയുടെ കരുണയുള്ള മുഖത്തെ നമ്മൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ വിശ്വസിക്കുന്ന ഒരുവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം മാത്രം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ഈശോയുടെ ആ കരുണയിൽ ആശ്രയിക്കാനായിട്ട്, കരുണയുള്ള അപ്പൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനും എന്നതാണ് ഈ കാലഘട്ടത്തിലെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൗത്യം. ഈ കരുണയുള്ള ആ ഒരു സ്നേഹമുള്ള ഒരു അപ്പനെ കുറിച്ച് ഈ ലോകത്തോട് പറയാനായിട്ട് പണ്ടെല്ലാം പഴയ നിയമത്തിലെല്ലാം ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് മാത്രമേ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ. തെറ്റ് ചെയ്താൽ ഉടനടി അന്നേരം ബാബിലോൺ അടിമത്തവും ഈജിപ്തിന് അടിമത്തവും അങ്ങനെ ജീവിച്ച് നരകിച്ച് അവസാനം ദുരിതപൂർണമായ ഒരു ജീവിതമാണ്
നമ്മൾ പഴയ നിയമത്തിലൊക്കെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ വഴി കരുണയുള്ള ഒരു അപ്പനെ കുറിച്ച് ഈശോ നമുക്ക് പറഞ്ഞു തന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിലെ 20-ാം അധ്യായം 6-ാം വാക്യത്തില്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും, അവരത് ഞാൻ 1000 തലമുറ മേൽ ഞാൻ അവരുടെ മേലെ കരുണ കാണിക്കുമെന്നാണ്. അങ്ങനെ അവരുടെ തലമുറയെ കുറിച്ച് ഓർത്തിരിക്കുന്ന 1000 തലമുറ വരെ നമ്മൾ കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് പുറപ്പാടിന്റെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ചൊല്ലിക്കൊടുന്ന ഒരു പ്രാർത്ഥന കൊണ്ടോ ഒരു പ്രവർത്തനം കൊണ്ടോ ഒന്നും നമുക്ക് രക്ഷ കൈകാര്യം സാധിക്കുകയില്ലെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ നിങ്ങൾക്കറിയാം, എനിക്കറിയാം. ചില ദർശനങ്ങൾ ആത്മീയ അനുഭൂതിയൊക്കെ നൽകി ഉത്തിരനുമായി ഒരു കണ്ടുമുട്ടലൊക്കെ അനുഭവം ഒക്കെ ഉണ്ടെങ്കിലും സ്ഥായിയായ ആ ഒരു അനുഭവം പൗലോസ്ലീഹയ്ക്ക് എപ്പോഴും ദർശിക്കാനേ സാധിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഈ ഉത്തിരനായിട്ട് ഒരു ഈശോവുമായിട്ടൊരു സൗഹൃദ ബന്ധം നമുക്ക് ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനുള്ള ഒരു സ്പേസ് ഈശോയ്ക്ക് കൊടുക്കുക എന്നതാണ് ക്രൈസ്തവ ആത്മീയത എന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടത്. നല്ല കള്ളൻ ഈശോയുടെ ആ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവസാന നിമിഷം നീ പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈശോന്റെ ഹൃദയത്തിലേക്ക് ആ നല്ല കള്ളൻ അവനെ ചേർത്ത് വെച്ചു. അങ്ങനെ ദൈവത്തിൽ വസിക്കാനുള്ള കൃപ ലഭിക്കണമേ എന്ന് അവൻ അപേക്ഷിച്ചു. ഈശോ പറഞ്ഞു, നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കുമെന്ന്. അങ്ങനെ തെറ്റ് ചെയ്ത് അതിശയിക്കുന്ന ഒരു ദൈവത്തിൽ നിന്ന് കരുണയുള്ള ഒരു അപ്പനെ കുറിച്ച് ഈശോ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ നമുക്ക് ഈശോയുടെ ദൈവത്തിൻ്റെ ആ കരുണ വെളിപ്പെട്ട് കിട്ടണം. അപ്പോഴാണ് നമുക്ക് ആ ദൈവത്തോട് ഒരു സ്നേഹവും കരുണയൊക്കെ തോന്നാനേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഒത്തിരി രഹസ്യമായ തെറ്റുകളെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ നമുക്ക് ചേർത്ത് പിടിക്കാനും സഹായിക്കാം. സങ്കീർത്തനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 8-9 വാക്യങ്ങൾ, കർത്താവ് ആർദ്രഹൃദയനും കരുണാവാനുമാണ്, കഠിനമായ ഹൃദയമല്ല ദൈവത്തിനുള്ളത്. നമ്മൾ ദൈവം ചെറിയ ചെറിയ തെറ്റുകൾക്ക് നമ്മൾ ശിക്ഷിക്കുന്നതാണെങ്കിൽ നമ്മുടെ അവസ്ഥക്ക് എത്ര ദയനീയമായി തീർന്നേനെ. ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് ദൈവം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ മുറിവിലൂടെയാണ് നമ്മെ ഓരോരുത്തരെയും ഈശോ മുറിവിൽ നമ്മളെ ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈശോ നമ്മെ നോക്കുമ്പോൾ ദൈവം നോക്കുമ്പോൾ നമ്മളെ ഈശോയുടെ ആ തിരുമുറിവുകളാണ് നമ്മളെ ഓരോരുത്തരെയും ആ മുറിവിനുള്ളിൽ കൂടെയാണ് നമ്മളെ ഈ ദൈവം ഓരോരുത്തരെയും നോക്കി കാണുന്നത്. അതുകൊണ്ട് നമ്മെ ശിക്ഷിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കുന്നില്ല. നമുക്ക് വേണ്ടി കുരിശിൽ പാപങ്ങളും രോഗങ്ങളും എല്ലാം ഏറ്റെടുത്ത പരിഹാരം ചെയ്ത ഈശോയെ കാണുമ്പോൾ നമ്മെ ശിക്ഷിക്കാനായിട്ട് ഈശോ നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവർക്ക് വേണ്ടി പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നമ്മെ ശിക്ഷിക്കാൻ നിന്ന് ഈശോയുടെ ആ ഒരു സഹനം നമ്മെ ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ അവിടുന്ന് ദൈവത്തിൻ്റെ കോപം എപ്പോഴും എപ്പോഴും ശാസിക്കുകയും ശിക്ഷിക്കുകയും കോപിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹ കോപം എപ്പോഴും നിലനിൽക്കുകയല്ല ചെയ്യുന്നത്. സങ്കീർത്തനം 103 അധ്യായത്തിലെ 4 വാക്യത്തിൽ അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് കിരീടം അണിയിക്കുന്നു. ദൈവത്തിന്റെ കരുണയും സ്നേഹവും എന്ന സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കുന്നത്. സങ്കീർത്തനം 103:11 ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് അവിടുന്ന് തന്റെ ഭക്തരോട് കാണിക്കുന്ന കാരുണ്യം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 30 അധ്യായം 18 വാക്യത്തിലെ അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ദൈവം ഭൂമിയിൽ വന്നത് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. മരണത്തിനപ്പുറം ദൈവം നമ്മെ നിത്യതയിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. യോഹന്നാൻ സുവിശേഷം 17 അധ്യായം 3-4 വാക്യങ്ങൾ അവൻ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി, ആകയാൽ ലോകം സൃഷ്ടിക്കും മുമ്പ് അവിടുന്ന് തന്നെ പിതാവിനുള്ള മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തട്ടെ. അങ്ങനെ നിത്യതയിലെ രണ്ടാമത്തെ ആളായ യേശുവിനോട് പിതാവായ ദൈവം ഒരു ജോലി ഏൽപ്പിച്ചു. മനുഷ്യനെ രക്ഷിച്ച് ഭൂമിയിൽ പോയി എല്ലാം സഹിച്ചുകൊണ്ട് മനുഷ്യരെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ സഹിച്ച് സഹനത്തോടെ മാത്രമേ അങ്ങനെ മനുഷ്യന്റെ ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ ഫലമൊക്കെ സഹിച്ചുകൊണ്ട് മാത്രമേ രക്ഷിക്കാനായി സാധിക്കുകയുള്ളൂ. രക്ഷ ലഭിക്കുന്നതെല്ലാം സഹനത്തിലൂടെ മാത്രമാണ് മഹത്വം തിരിച്ചു വരുന്നത്. അങ്ങനെ ഈശോ തൻ്റെ ദൈവത്തിന്റെ ആഹിതം നിറവേറ്റിക്കൊണ്ട് ഭൂമിയിൽ വന്ന് സാധാരണ മനുഷ്യനായി അങ്ങനെ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ഒരു മഹത്വം എന്നുള്ള സ്ഥാനം ആകൃതിയിൽ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി തീരുകയും യോഹന്നാൻ സുവിശേഷം 17 വാക്യത്തില് ലോകത്തിൽ എനിക്കുള്ളവർക്കെല്ലാം അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി, ഇതായിരുന്നു അങ്ങനെ ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്തുക എന്നതായിരുന്നു. ദൈവം ആരാന്ന് ഈശോയുടെ അപ്പൻ്റെ ഒരു മുഖം, ഒരു സ്വഭാവം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. അങ്ങനെ അപ്പൻ്റെ കരഞ്ഞുള്ള മുഖമാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത്. ഇന്നും ആ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ ആ കരുണ മറ്റുള്ളവരത് പറയാനായിട്ട്. സ്നേഹമുള്ള ഒരു അപ്പനെ കുറിച്ച് നമുക്ക് ലോകത്തിലേക്ക് പറഞ്ഞു കൊടുക്കാനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇന്ന് ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും നിങ്ങളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഈശോ പാപികളായ മനുഷ്യർക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത് വഴി മാനവകുലത്തിന്മേൽ ദൈവത്തിന്റെ കരുണ ഒഴുകിയിറങ്ങിയിരിക്കുന്നു. ആ കരുണയിൽ ആര് ശരണം പ്രാപിച്ചാലും ആ ദൈവത്തിന്റെ കൃപയും പാപമോചനവും നമുക്ക് ലഭിക്കുമെന്നാണ് ഈശോ നമുക്ക് വളരെ വെളിപ്പെടുത്തി തരുന്നത്.
ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്തുള്ള ദിവസം ആചരിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെട്ടത് ഈശോയുടെ പീഡാസഹനവും ഉത്ഥാനവും ധ്യാനിച്ചതിനു ശേഷം ആ കൃപകൾ സ്വീകരിച്ചുകൊണ്ട് ആത്മാവിലേക്ക് ദൈവത്തിന്റെ അനന്തമായി കരുന്ന ഈശോയുടെ പീഡനത്തിലുള്ള ഉത്ഥാനത്തിലുള്ള ആശ്രയിച്ച ആ വ്യക്തി വിശ്വാസത്തിലേക്ക് വിശ്വസിച്ച ആ ആത്മാവിലേക്ക് അനന്തമായ ദൈവത്തിന്റെ കൃപ ഒഴുകിയിറക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ആത്മാവിലേക്ക് മാത്രമേ ആ യോഗ്യതയുള്ളൂ. അങ്ങനെ ഈശോയുടെ കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും ഒക്കെ വിശ്വസിക്കുന്ന വ്യക്തികളിലേക്ക് മാത്രമാണ് ദൈവത്തിന്റെ കരുണ ഒഴുകി വരികയുള്ളൂ. ഈശോയുടെ ആ കരുണ ചിത്രത്തിലെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് 2 രശ്മികൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചുവന്ന രശ്മി, വെള്ളരശ്മി. ഒന്ന് ഈശോയുടെ തിരുരക്തത്തെയും രണ്ടാമത് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുജലത്തെയുമാണ് ആ 2 രശ്മികൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ യേശുവിൻ തിരുരക്തത്തിലൂടെ തിരുജലത്തിലേയും ഒഴുകിയിരുന്ന ആ കരുണ ഓരോ വ്യക്തിയും അതിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വ്യക്തിക്ക് സമ്പൂർണമായ പാപമോചനം ലഭിക്കുന്നത് എന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഛായാചിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈശോയിൽ പൂർണ്ണമായി ആശ്രയിക്കാനും ശരണപ്പെടാനും ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ദൈവകരുണ വെളിപ്പെടുത്തുന്നത് യേശുവിലെ ആശ്രയിക്കുന്നപ്പോൾ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വൈദികരോട് ഈശോ പറയാന്ന് ഈശോയുടെ കരുണയെ കുറിച്ച്, ആ തിരുനാളിനെ കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ അതുവഴി വിശ്വാസികൾ ലഭിക്കുന്ന കൃപകളെ കുറിച്ചൊക്കെ അറിയിക്കാനായിട്ട് ഫൗസ്റ്റീന വഴി ഈശോ വെളിപ്പെടുത്തി വന്നു. മാനവരാശിയുടെ അവസാനത്തെ പിടിവള്ളിയാണ് ആ ദൈവത്തിന്റെ കരുണയുടെ തിരുനാളെന്ന് ഈശോ ഫൗസ്റ്റീന വഴി വെളിപ്പെടുത്തുന്നു. അങ്ങനെ ദൈവകരുണയുടെ തിരുനാളിന് മുമ്പ് നല്ലൊരു കുമ്പസാരം വഴി ഒരുങ്ങയും എല്ലാവരും കുമ്പസാരിപ്പിച്ച് അവര് ദൈവകരുണയ്ക്കായിട്ട് ഒരുക്കാനായിട്ട് ആ കരുണ വഴി കൃപ ദൈവവിശ്വാസികൾക്ക് ലഭിക്കുന്ന കൃപയെ കുറിച്ച് വിശ്വാസികളെ പഠിപ്പിക്കാനായിട്ട് ഫൗസ്റ്റീനയ്ക്ക് നിർദ്ദേശം നൽകി. 2000 ആണ്ടിലെ ജോൺ പോൾ 2 മാർപ്പാപ്പയാണ് തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഫൗസ്റ്റീന പുണ്യവതി വഴി വെളിപ്പെടുത്തിയ ആ ഈശോയുടെ വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിക്കാനായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഈ തിരുനാളിൽ നമ്മൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണമെന്നും ആത്മാക്കൾക്ക് അപ്പോൾ പൂർണ്ണമായ മോചനം, കടങ്ങളുടെ പൂർത്തിയും ലഭിക്കുമെന്നും അന്നേ ദിവസം ദൈവവര പ്രസാദം ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നിടുമെന്നും ദൈവം പാപങ്ങളും കുറ്റങ്ങളുമെല്ലാം ക്ഷമിക്കുമെന്നും അങ്ങനെ ആത്മാവിന്റെ സകല പാപങ്ങളും തുടച്ചു നീക്കിക്കൊണ്ട് സകല കടങ്ങളും സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്യുന്ന ആ ദിവസം ആ ഒരു തിരുനാളിനെ ഈശോ വിളിക്കുന്നത് 2-ാം മാംദീസ എന്നാണ് അഗസ്തീനോസ് കുമ്പസാരത്തെ കുറിച്ചിട്ടൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ മാംദീസയിൽ നമുക്ക് ലഭിക്കുന്ന ആ വരപ്രസാദ കൃപകളെല്ലാം കരുണയുടെ തിരുനാളിനായ അന്ന് 2-ാം മാംദീസയായിട്ട് അത് സ്വീകരിച്ച് ആ പാപങ്ങൾക്കെല്ലാം പരിപൂർണ മോചനം ലഭിക്കാനായിട്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് സാധിക്കും.
മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ എല്ലാം ദൈവത്തിന്റെ കരുണയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങനെ കാരണം കൊണ്ട് പൊതിഞ്ഞ വഴികള് അങ്ങേ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിയായി വെളിപ്പെടുത്തി തരണമേ. ദൈവത്തിന്റെ കൃപ ധാരാളം അനുഭവിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ. ഫൗസ്തീനോസ് ഈശോ പറഞ്ഞു, നീ എൻ്റെ രണ്ടാം വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കണം. ദൈവകരുണയുടെ സന്ദേശം ലോകം സ്വീകരിക്കുമ്പോൾ ഈശോയുടെ വരവും ധൈര്യത്തോടെ നേരിടാനായിട്ട് അവര് കരുന്ന തിരുനാളിന് വേണ്ടിയിട്ട് ഒരുങ്ങാനായിട്ട് ഫൗസ്തീന ഈശോ തിരഞ്ഞെടുക്കുകയെന്ന് കരുണയുടെ അപ്പസ്തോലികയായിട്ട് ഫൗസ്തീനയെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് തിരുനാളിന് അടിസ്ഥാനമായ കാരണങ്ങള്. എൻ്റെ കരുണയുടെ അത്യാഘാതത്തിൽ നിന്നാണ് ഈ തിരുനാൾ ഉത്ഭവിച്ചിരിക്കുന്നത്. എൻ്റെ മൃദുലമായ കരുണയുടെ ആഴത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. കരുണയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന എല്ലാ ആത്മാക്കൾക്കും അത് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ജോൺ 12 മാർപ്പാപ്പയിലൂടെ ഫൗസ്തീനയ്ക്ക് ലഭിച്ച സന്ദേശങ്ങള് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളായിട്ട് ഈ സന്ദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് ജോൺ 12 മാർപ്പാപ്പ വഴി നമുക്ക് അനുമതി ലഭിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ 2 സ്വഭാവങ്ങളാണുള്ളത്. ദൈവം കരുണാമയനാണ്. ഒന്ന്, ദൈവം പരിശുദ്ധനായവനാണ്. 2, ദൈവം നീതിമാനായ ദൈവമാണ്. 3, ദൈവം കരുണാമയനായ ദൈവമാണെന്നാണ് ഫൗസ്തീന വഴി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തിന്റെ പേര് കരുണയാണ്. ദൈവം കരുണയാണ്, സ്നേഹമാണ്. ദൈവത്തെ വിശ്വസിക്കാൻ സാധിക്കും. ദൈവത്തില് പൂർണ്ണമായി ആശ്രയിക്കുക. ദൈവം നമ്മുടെ ഓരോരുത്തരുടെ മേലും കരുണ ചൊരിയാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. കരുണ ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം നമ്മൾ കരുണയ്ക്കായി ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. രണ്ടാമത് നമ്മൾ സഹജീവികളോട് കരുണയോട് വർത്തിക്കുകയും കരുണാപൂർവ്വം വർത്തിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കരുണ നമ്മളെ ഓരോരുത്തരിലേക്ക് വന്നു പറയുന്നത്. ഒന്ന്, നമ്മൾ ദൈവത്തെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങുകയും രണ്ടാമത് നമ്മൾ മറ്റുള്ളവരോട് ആ കരുണ കാണിക്കുകയും ചെയ്യണം. 3, യേശുവിലുള്ള സമ്പൂർണമായ വിശ്വാസം നമ്മൾ ആർജിച്ചെടുക്കുകയും വേണം. സമ്പൂർണ്ണ ആശ്രയം ഈശോയ്ക്ക് നൽകാനായിട്ട്, ഈശോയുടെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട്, ഏറ്റവും വലിയ പാപിക്ക് പോലും ശിക്ഷിക്കാനായിട്ട് ആ കരുണയിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല. അങ്ങനെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എത്ര വലിയ പാപികയെയും ദൈവം അവിടെ നീതീകരിക്കുമെന്നാണ് ഫൗസ്തീന വഴി നമുക്ക് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. നമ്മുടെ ദൈവത്തിന്റെ കരുണ നമുക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാശയാണ് കുമ്പസാരം. 1448 പാരഗ്രാഫില് ഫൗസ്തീന ഡയറി കുറിപ്പില് എൻ്റെ കരുണയെ കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യുക. ആത്മാക്കളുടെ മേൽ അവിടെയാണ് ആശ്വാസം തേടേണ്ടത് എന്ന് പറയുക. കരുണയുടെ സിംഹാസനമായ കുമ്പസാരം എന്ന കൂദാശയിൽ അവിടെ ആണ് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ ദൈവകരുണയുടെ ആ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്താനായിട്ട് കുമ്പസാര കൂട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെന്ന് നമ്മുടെ പാപങ്ങളൊക്കെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മള് ദൈവത്തിന്റെ കരുണ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരെ ഒരുക്കണമെന്ന് അവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ആത്മീയമായ ആ ദുരവസ്ഥകളൊക്കെ അവിടെ വെളിപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ കരുണ നമ്മളെ ഓരോരുത്തരിലേക്കും പൂർണ്ണമായും നമ്മുടെ ആത്മാവിലേക്ക് ഈശോ ഒഴുക്കി നമ്മുടെ ആത്മാവിന്റെ സ്ഥിതിയും മൃതശരീരം പോലെയാണെങ്കിലും അതിനാൽ മാനസികമായി നോക്കിയാൽ അതിനൊരു പുനരുദ്ധാരണം ഇല്ലെങ്കിലും എല്ലാം
നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന ആ ദുരിതസ്ഥിതിയിലാണ് നമ്മുടെ ആ ആ ഒരു അവസ്ഥ എങ്കിലും, ആത്മാവിന്റെ സ്ഥിതിയെങ്കിലും കരുണയില് പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ അത് പൂർണ്ണമായും പുനരുദ്ധരിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 1662 ഖണ്ഡികയില് ഫൗസ്റ്റീന ഡെയർ ഗ്രൂപ്പില് കരുണ ചോദിക്കുന്നതിന് നിങ്ങൾ മടിക്കേണ്ടതില്ല. കുംസാരക്കൂട്ടിലേക്ക് നിങ്ങൾ അടുക്കുമ്പോൾ ഇത് അറിയണം. യേശു തന്നെയാണ് കുംസാരക്കൂട്ടിൽ നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നത്. ആ പുരോഹിതന്റെ മറിഞ്ഞിരിക്കുന്ന ഈശോയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. കൂടെ കൂടെ കുംസാരിച്ച് ആത്മാവിലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുക്കാനായിട്ട് ഈശോ തയ്യാറാണ്. കരുണയെ ജപമാല ചോദിച്ചും 3 മണി സമയത്ത് ഈശോയുടെ ആ കരുണയെ ധ്യാനിച്ചും അങ്ങനെ മറ്റുള്ളവരുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെ എല്ലാം മറ്റുള്ളവർക്ക് കരുണ വർഷിച്ചും സംസാരത്തിലൊക്കെ പ്രവൃത്തിയിലൂടെ ആ കരുണ നമ്മൾ മറ്റുള്ളവരുടെ അയൽക്കാരത്തൊക്കെ കാണിച്ചുകൊണ്ട് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യത്തില് ഞാൻ നിങ്ങൾക്ക് പുതിയ കൽപ്പന നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് അതുമൂലം അറിയും. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യത്തില് നിങ്ങളുടെ സർവ്വസ്നായ പിതാവ് കരുണാസമ്പന്നനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. യോഹന്നാന്റെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 38-ാം അധ്യായത്തിൽ കൊടുക്കുവിൻ, നിങ്ങൾക്കും അമർത്തി കുലുക്കുകയും അളന്ന് നിങ്ങളുടെ മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്നത് അതേ അളവിൽ തന്നെ നിങ്ങൾക്കും അളന്ന് ലഭിക്കും. നമ്മൾ മറ്റുള്ളവരുടെ കരുണ കാണിച്ചാല് ദൈവം നമ്മോടും കരുണ കാണിക്കുമെന്ന്. കരുണ കാണിക്കാനുള്ള സ്വീകരിക്കാനുള്ള അടിസ്ഥാനമായ യോഗ്യത നാം മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നതാണെന്ന് ഈ വചനഭാഗങ്ങളിലൂടെ എല്ലാം ഈശോ നമ്മെ കാണിച്ചിരുന്നു. യാക്കോബിന്റെ സുവിശേഷ ലേഖനത്തിലെ 2-ാം അധ്യായം 13-ാം വാക്യത്തില് കരുണ കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും, എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കും. മത്തായി സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യത്തില് നിങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നാണ് നമ്മൾ ആ ഒരു പ്രാർത്ഥനയിൽ ചെല്ലുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് തെറ്റുകളും ക്ഷമിക്കുകയില്ല. നമ്മളങ്ങനെ മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരുന്നിട്ട് നമ്മുടെ പാപങ്ങൾ കരുണ ചോദിച്ചിട്ട് ദൈവത്തിന് മുന്നിൽ ചെന്നാലത്ത് അതിൻ്റെതായ ഗുണങ്ങൾ ലഭിക്കുകയില്ല. അങ്ങനെ ദൈവത്തിന്റെ കരുണയില് ആ വിശ്വാസത്തില് എന്നുള്ള സ്നേഹത്തില് പ്രേരിതനായിട്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഈശോ നമ്മൾ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ എവിടെയും നിന്റെ സഹോദരങ്ങളോട് നീ കരുണയോടെ വർത്തിക്കണമെന്നും അതിൽ നിന്ന് പിന്മാറുകയോ ഒഴിവ് പറയുകയോ വിമുക്തരാകുകയോ ചെയ്യരുതെന്ന് ഫൗസ്റ്റീനോട് ഈശോ പറയുകയാണ്. നമുക്ക് കാരുണ്യ പ്രവർത്തികൾ ഒന്നാമത് പ്രവൃത്തിയിലൂടെ കാണിക്കാം, രണ്ടാമത് അത് പ്രാർത്ഥനയിലൂടെ, നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. തിമോത്തിക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനെന്നുള്ള പ്രസ്താവന വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനെന്നുള്ള പ്രസ്താവന പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. മത്തായി സുവിശേഷം 9-ാം അധ്യായം 10-ാം വാക്യത്തില് യേശു ഭവനത്തിൽ ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ ചുങ്കക്കാരും പാപികളും
അവന്റെ കൂടെ ഭക്ഷണം തിരിക്കുന്നു. ഫരിസേയർ ഇത് കണ്ട് നിങ്ങളുടെ ഗുരു ചുങ്കുകാരും പാപികളുടെ കൂടെ ഭക്ഷിക്കുകയും അവര് തൊട്ട് ഭക്ഷിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് പോയി നിങ്ങൾ തന്നെ പോയി പഠിക്കുക എന്ന്. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഈശോ വെളിപ്പെടുത്തുന്നു. മത്തായി സുവിശേഷം 1:29 വാക്യത്തില് എല്ലാം ഈശോ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഈ ഒറ്റ കാര്യങ്ങളാണ്. ഏശയ്യാ പ്രവാചക പുസ്തകം 1:10 കർത്താവ് അരുളിച്ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങൾ പാപം കടന്നു പോപ്പാണെങ്കിലും മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കി തീർക്ക, രക്താംബരം പോലെ ചുവന്നതാണെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കാം. അനുസരിക്കാൻ സന്നദ്ധനെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കാം. അങ്ങനെ യേശു പാപികൾ തേടി വന്നവനും പാപികളെ ഏറ്റെടുക്കാനും വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു സ്ഥാപിച്ച 2 കൂദാശകളാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും. 1273 ഖണ്ഡികയില് ഫൗസ്റ്റീനിന്റെ ഗ്രൂപ്പിലെ കരുണയും സ്നേഹവുമാണ് ഈശോ എന്ന് അവർ വെളിപ്പെടുത്തുന്നു. ഞാൻ സ്നേഹവും കരുണയും മാത്രമാണ്, ഒരു കഷ്ടതയും എൻ്റെ കരുണയോളം എത്തുകയില്ല. എൻ്റെ കരുണയിൽ പൂർണ്ണമായും ശരണപ്പെടുകയും ആത്മാവ് ഏത് നിർഭാഗ്യാവസ്ഥയിലാണെങ്കിലും ഞാൻ അതിനെ പരിപാലിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നു. അനുഭവയോടെ നാശനാളങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലെ എൻ്റെ കരുണ ചൊരിയാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു. ലോകം മുഴുവനും എൻ്റെ കരുണയെ കുറിച്ച് പറയാനായിട്ട് വിശ്വസിച്ചോടെ എൻ്റെ കരുണയിലേക്ക് തിരിച്ചു വരുന്നത് വരെ മാനവകുലം സമാധാനം കണ്ടെത്തുകയില്ലെന്നും, നീതിമാനായ ന്യായാധിപനായി ഞാൻ വരുന്നതിന് മുമ്പ് കരുണയുള്ള രാജാവായി ഞാൻ ഇതാ വരുന്നു. നീതിയുടെ ദിവസത്തിന് മുന്നോടിയായി ഞാൻ കരുണയുടെ ദിവസത്തെ അയക്കുന്നു. പാപം വർദ്ധിച്ചെടുത്ത് ദൈവത്തിന്റെ ക്രോധം എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരുടെ സകല ദുഷ്ടതകളും അനീതിക്കുമെതിരായിട്ട് ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. എസെക്കിയാ പ്രവാചകന്റെ പുസ്തകത്തില് 5:11 വാക്യത്തില് ആകയാൽ ദൈവമായ കർത്താവ് ചെയ്യുന്നു, മേറ്റത്തെയും ദുഷ്ടപ്രവൃത്തികളും കൊണ്ട് നീ എൻ്റെ വിശ്വസ്ത സ്ഥലം മലിനമാക്കിയതിനാൽ ഞാൻ നിന്നെ വെട്ടിവീഴ്ത്തും, നിന്നോട് കരുണ കാണിക്കുകയില്ല. നിന്റെ 1/3 ഭാഗം പകർച്ചവാദി കൊണ്ടും പട്ടിണി കൊണ്ടും ഒതുങ്ങും. 1/3 ഭാഗം വാളിനിരയായി തീരും. 1/1 ഭാഗം ഊര്യവാളുമായി ഞാൻ അനുധാവനം ചെയ്യും. അങ്ങനെ എൻ്റെ ക്രോധം ഞാൻ അവരുടെ മേൽ പ്രയോഗിക്കുമെന്നൊക്കെ എസെക്കിയാ പ്രവാചകന്റെ പുസ്തകത്തില് പാപം ചെയ്യുന്ന വ്യക്തികളുടെ മേൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ശിക്ഷയെ കുറിച്ചൊക്കെ ദൈവം പറയുന്നുണ്ട്. അങ്ങനെ പാപമുള്ളെടുത്ത് ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുന്ന അവസ്ഥയിൽ നീതിയുള്ള ന്യായാധിപനായിട്ട് ഈശോ അന്ത്യവിധിയിൽ വരുന്നതിന് മുന്നേ കരുണീയ രാജാവായിട്ടാണ് ഇപ്പോൾ ഈശോ വന്നിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ കരുണയെ നമ്മൾ നിസ്സാരമാക്കി കാണുകയും ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് പാപികൾക്ക് ദൈവത്തിന്റെ കരുണയിലേക്ക് അഭയം പ്രാപിക്കാനായിട്ട് രക്ഷ പ്രാപിക്കാനുള്ള അവസാനം ചാൻസാണ് ദൈവം നൽകിയിരിക്കുന്നത്. അമ്മക്കാർക്ക് ലേഖനം 5:9 വാക്യത്തില് ഇപ്പോൾ അവന്റെ രക്തത്തിൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നത് തീർച്ചയുള്ള കാര്യമാണ്. അങ്ങനെ ഫൗസ്റ്റീന ഗ്രൂപ്പിലെ 1558 ഖണ്ഡികയില് നീതി ദിവസത്തിന് മുന്നോടിയായിട്ട് കരുണ ദിവസത്തെ ദൈവം അയക്കുന്നു. 1936 ഖണ്ഡികയില് ഫൗസ്റ്റീനോട് പറയാന്ന് ഗ്രൂപ്പില് പരിശുദ്ധ കന്യാമറിയം ഞാൻ പറയുന്നു, ഞാൻ ലോകത്തിന് രക്ഷകനെ പ്രദാനം ചെയ്തു. ഇപ്പോൾ നീ ലോകത്തോട് കർത്താവിന്റെ കരുണയെ കുറിച്ച് അവിടുത്തെ 2ാം വിധി വരവിനെ കുറിച്ച് നീ വേണ്ടി ജനങ്ങളെ ഒരുക്കണമെന്ന് ഈശോ
മാതാവ് പരിശുദ്ധ ഫൗസ്തീനയോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാം വരവിൽ ഈശോ കരുണസമ്പന്നനായ രക്ഷകനായിട്ടല്ല വരുന്നത്, നീതിയുടെ ന്യായാധിപനായിട്ടാണ് വരുന്നത്. ആ ദിവസം വളരെ ഭയാനകരമാണ്. ആ നീതിയുടെ മുഖം നിശ്ചയമാണ്. ഉഗ്രമായ ദൈവകോപത്തിന്റെ ദിവസമാണ് അന്ന്. മാലാഖമാർ അത് ഓർത്ത് ഭയക്കുകയും വിറക്കുകയും ചെയ്യുന്നു. ആ ദൈവകരുണയിൽ ഈ സമയത്ത് അവിടുത്തെ അനന്തകരുണയെ കുറിച്ച് നീ മൗനം പാലിച്ചാല് നീ അനേകാത്മാക്കൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന് ഫൗസ്തീനയോട് പറയുകയാണ്. ഫൗസ്തീന 1938 ഒക്ടോബർ 15-ാം തീയതി 33 വയസ്സുള്ളപ്പോഴാണ് ഫൗസ്തീന മരിക്കുന്നത്. മനുഷ്യകുലത്തെ ശിക്ഷിക്കാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാവരെയും ഹൃദയത്തെ ഈശോയുടെ കരുണയിലേക്ക് ചേർത്ത് അണിച്ചുകൊണ്ട് അതിനെ സുഖപ്പെടുത്താനായിട്ട് ഈശോ പൂർണ്ണമായി ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മെ ഓരോരുത്തരെയും നീതിയുടെ ആ ഒരു നീതിയും വാള് കയ്യിലെടുക്കാനായിട്ട് ഈ ദൈവം ഇപ്പോഴും മടിക്കുകയാണ്. നീതി ദിവസത്തിന് മുന്നോടിയായിട്ട് കരുണയെ ദിവസം അയക്കുന്നു എന്നാണ് ഈശോ നമ്മോട് ഇതിൽ നിന്നെല്ലാം ആവശ്യപ്പെടുന്നത്. 1965 ഖണ്ഡികയില് എൻ്റെ കരുണയെ കരുണയെ ആരാധിക്കുന്നില്ലെങ്കിൽ അവരുടെ ആത്മാവ് നിത്യമായി അവർ നാശത്തിലേക്ക് പോകുമെന്ന് ഈശോ മുന്നറിയിപ്പ് തരുന്നു. 1146 ഖണ്ഡികയില് ഫൗസ്തീനയോട് പറയുന്നു, കുറിപ്പിൽ പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ കരുണയുടെ കവാടം മലർക്കെ തുറന്നു കിടക്കുന്നു. കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവര് എൻ്റെ നീതിയുടെ വാതിലൂടെ കടന്നു പോകേണ്ടി വരും. ശിക്ഷാവിധി കടന്നു പോകേണ്ടതായി വരുമെന്ന്. എൻ്റെ കരുണ യാചിക്കുന്ന ആത്മാക്കള് എന്നെ ആനന്ദിപ്പിക്കുന്നു. അവർ അപേക്ഷിക്കുന്നതെങ്കിലും അധികം കൃപകൾ ഞാൻ അവരുടെ മേലെ പ്രദാനം ചെയ്യും. എൻ്റെ ആർദ്രത അപേക്ഷിക്കുന്ന ഏറ്റവും വലിയ പാപിയെ പോലും എനിക്ക് ശിക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ദൈവത്തിൻ്റെ കരുണയെ ആരാധിക്കാനും ദൈവത്തിൻ്റെ കാരുണ്യത്തിന് പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയെ ആരാധിക്കാനായിട്ട് കരുണയെ ജപമാലയും കുരിശിൻ്റെ വഴി പ്രാർത്ഥനയും വഴി ചൊല്ലി കരുണയെ തിരുനാളൊക്കെ ആഘോഷിച്ചുകൊണ്ട് ആ പ്രാർത്ഥനകൾക്ക് ഉരുവിട്ടുകൊണ്ട് ഈശോയുടെ കരുണയെ ആരാധിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു. അങ്ങനെ കരുണയെ ഛായാചിത്രം എല്ലാ വീടുകളിലും സ്ഥാപിക്കണമെന്നും കരുണയുടെ ഈശോയുടെ ആ ഛായാചിത്രം വീടുകളിൽ എല്ലാം തൂക്കി ആ കരുണയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ വീടിന് പ്രത്യേക സംരക്ഷണം നൽകാനായിട്ട് ഈശോ തയ്യാറാണ്. അങ്ങനെ രക്ഷപ്രാപിക്കാനുള്ള അവസാന വഴിയായിട്ട് എൻ്റെ കരുണയുടെ ഈശോ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബാപിയും മാരകപാപത്തിൽ വരുന്ന നടുവില് വീഴ്ചകളിലെല്ലാം മാരകപാപത്തിലെ അവസ്ഥയിൽ കഴിയുന്ന ഏതു പാപിക്കും മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള കാത്തിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ബോധത്തില് ഈശോയുടെ കരുണയെ ദൈവം സ്നേഹിക്കുന്ന മടങ്ങി വരുവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ദൈവം കരുണാമയനാണ്. ആ ഈശോയുടെ അടുക്കിലേക്ക് തിരിച്ചു വരാനായിട്ട് അനുദപിച്ച് തിരിച്ചു ചെല്ലാനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. ഏത് മാരകപാപിയെയും മടങ്ങി വരുവിനായിട്ട് ഈശോ കാത്തിരിക്കുന്ന ക്ഷമയുള്ള സ്നേഹമുള്ള ഒരു ദൈവമാണ്. ആ വ്യക്തിയുടെ മേലേക്ക് രക്ഷിക്കാനായിട്ട് കരുണ കൊടുക്കാനായിട്ട് ഈശോ അതിയായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ വ്യക്തിയെ ആ കരുണയിലേക്ക് പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എത്ര വലിയ പാപിയായിരുന്നാലും അധികം അവരിലേക്ക് കരുണ സ്വീകരിക്കാനായിട്ട് അവരെല്ലാം അർഹരാണെന്നാണ്. എൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ ആശ്രയിക്കാത്ത ഒരാത്മാവും ആ കരുണയിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തി പോലും അവരുടെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്ന് ഈശോ വാഗ്ദാനം നൽകിയിട്ടുണ്ട്.
എന്താന്ന് കരുണയുടെ ആ ഛായാചിത്രത്തിന്റെ സവിശേഷതകള് മരണത്തിന് മേൽ ഉയർത്തേറ്റ ഈശോയ ചിത്രമാണ്. നിത്യപുരോഹിതനായ ഈശോയാണ് ആ ഒരു ചിത്രത്തില് ഈശോയെ കാണാനായി സാധിക്കുക. പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ്. അവിടുന്ന് കരുണ കാണിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ കരുണയുടെ കുദാശയായ കുമ്പസാരം കൂട്ടില് കാത്തിരിക്കുന്ന ഈശോയുടെ കരുണയുടെ ഛായാചിത്രമാണ് അവിടെ കാണിക്കുന്നത്. ആ വ്യക്തിക്ക് ദൈവത്തിന്റെ കരുണ സ്വീകരിക്കാനും ആശ്രയിക്കാനുമുള്ള വിശ്വാസമാണ് ആ കരുണയുടെ ഛായാചിത്രം നോക്കുമ്പോൾ ആ വ്യക്തിയെ ലഭിക്കുന്നത്. ആ ഛായാചിത്രത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വെളുത്ത രശ്മിയും യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ ജലത്തെയും ചുവപ്പ് രശ്മിയും തിരുരക്തത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈശോയുടെ കാരുണ്യ സമൃദ്ധ ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളിൽ ഞാൻ ശരണപ്പെടുന്നു. കരുണയുടെ ഉദാശകളായിട്ട് അറിയപ്പെടുന്നത് കുമ്പസാരവും കുർബാനയും രോഗീലേപനവും എല്ലാം കരുണയുടെ ഉദാശകളായിട്ട് അറിയപ്പെടുന്നു. ഈ ചിത്രത്തെ വണങ്ങുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിന് ഒരിക്കലും കരുണയുടെ ചിത്രം വണങ്ങുന്ന ഒരു വ്യക്തിയും നശിച്ചു പോവുകയില്ല. ഈ ലോക ജീവിതത്തിലും മരണസമയത്തും ആ വ്യക്തിക്ക് ഈശോയുടെ വലിയ ഒരു സംരക്ഷണം കിട്ടും. ആ ചിത്രത്തിലൂടെ അനേകം കൃപകള് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ആത്മാവിലേക്ക് ഒഴുകാനായിട്ട് എല്ലാ ഭവനങ്ങളിലും എല്ലാ വീടുകളിലും ആ കരുണയുടെ ഛായാചിത്രം വെച്ച് വണങ്ങാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു. 3 മണി സമയത്ത് ഈശോയെ വെറുതെ ഉച്ചതിരിഞ്ഞ് 3 മണിക്കോ രാത്രി 3 മണിക്കോ കരുണയിലെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പങ്കെടുത്ത് ദൈവത്തിന്റെ കരുണയെ ധ്യാനിച്ചു കഴിയുമ്പോൾ എല്ലാ ആത്മാവിലും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയും ചെയ്യും. ഈശോ വരുന്ന ആഴ്ചയില് ആ കാരുണ്യത്തിന്റെ തിരുനാൾ ആചരിക്കണമെന്നും ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. ഇപ്പോഴും കാരുണ്യത്തിന്റെ പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഈശോ നമ്മെ ഓർത്തുന്ന പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമായ ഒരു വിശ്വാസമാണ്. റോമക്കാർക്കെതിരായ 13-ാം വാക്യത്തില് നമ്മൾ കാണാൻ സാധിക്കും. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടു ഉണരേണ്ട മണിക്കൂറാണ് നല്ലത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. നാശത്തിലേക്ക് പോകുന്ന ആത്മാവിനെ നിത്യരക്ഷ ഉറപ്പുവരുത്തുന്ന പ്ലാസ്റ്റിക് പ്രവർത്തികൾ ചെയ്യേണ്ട ആവശ്യമാണ്. കരുണയിലേക്ക് ആത്മാക്കളെ ഓരോരുത്തരെയും കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈശോയുടെ കരുണ നമ്മുടെ സഭയിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ഓരോ വ്യക്തിപര ജീവിതത്തിലേക്കും ദൈവത്തിന്റെ അനന്തമായ കരുണ ഒഴുകി വരാനായിട്ട് ദൈവത്തിന്റെ കരുണ അന്ത്യകാലഘട്ടത്തിലെ ദൈവത്തിന്റെ അടയാളമായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കർത്താവിന് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ 2ാം വരവിന് മുമ്പ് പ്രത്യാശയോടെ യേശുവിലെ ആ കരുണയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഈശോയിലേക്ക് തിരിച്ചു വരാനായിട്ട് പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് തിരിച്ചു വരാൻ ഈശോ നമ്മെ ഓരോരുത്തരെ ആഹ്വാനം ചെയ്യാൻ മത്തായി സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യത്തില് മനുഷ്യപുത്രൻ ഭൂതന്മാരോടുകൂടെ മഹത്വത്തിലേക്ക് നുള്ളുമ്പോൾ അവൻ മഹിമ സിംഹാസനത്തിൽ ഭോഗസ്ഥനായിരിക്കും. തൊട്ടു മുമ്പ് തന്നെ കരുണയുടെ സമയത്തിലേക്ക് കടന്നു പോകുന്ന കർത്താവിന്റെ ആ ഒരു കരുണയാണ് ഇപ്പോൾ ഇവിടെ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കരുണയെ തിരുനാൾ ദന്തവിമോചനത്തിന്റെ തിരുനാളായി തന്നെ സൂചിപ്പിക്കുന്നത്. എന്താണ് ദന്തവിമോചനം? അപരാധ കാലികമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് ഒഴിവ് കിട്ടിയില്ലെങ്കിലും ശുദ്ധീകരണത്തിൽ നമ്മൾ പീഡകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
നമ്മൾ ആ കാലിക ശിക്ഷയിൽ നിന്നൊക്കെ നമ്മൾ മോചനം ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നേരിട്ട് സ്വർഗത്തിലേക്ക് ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ പാപത്തിന്റെ ആ കാലിക ശിക്ഷകൾ ശുദ്ധീയ സ്ഥലത്ത് കിടന്ന് നമ്മൾ വീട്ടുന്നതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം പുതുഞായറിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്നും വിശുദ്ധ കുർബാന പരസ്യമായ ആരാധന സക്രാരിയുടെ മുന്നിൽ ഈശോയുടെ മുന്നിൽ പ്രാർത്ഥന വഴി സ്വർഗീയ പിതാവിന് കരുണയുടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ട് കരുണയെ ചിത്രത്തെ വണങ്ങാനായിട്ട് ചെയ്യുമ്പോൾ ദണ്ഡവിമോചനം ലഭിക്കുമെന്നാണ് പറയുന്നത്. ദണ്ഡവിമോചനം സഭയിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പാപം വഴി നമുക്ക് ലഭിക്കുന്ന കാലികമായ ശിക്ഷയുടെ ഇളവ് കാരുണ്യവാനായ പിതാവ് സഭയിലൂടെ നമുക്ക് അത് ദണ്ഡവിമോചനം നൽകുകയാണ് ചെയ്യുന്നത്. അത് ക്രിസ്തുവിലുള്ള പീഡാസമുത്ഥാനം വഴിയുള്ള യോഗ്യതയും വിശുദ്ധരതയെല്ലാം യോഗ്യത കൊണ്ടാണ് നമുക്ക് ഒരു അക്ഷയമായ കൃപ സഭയിലുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ പാപത്തിനും രണ്ട് തരത്തിലുള്ള ശിക്ഷയാണ് വരുന്നത്. ഒന്ന് താൽക്കാലികമായ ശിക്ഷയും നിത്യനാശം എന്ന നാശവുമാണ് സംഭവിക്കുന്നത്. നിത്യ ശിക്ഷ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യമായ നാശത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുമല്ലോ. ആ വ്യക്തിയെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കുകയില്ല. എന്നാൽ തെറ്റിനെ കുറിച്ച് അനുദപിച്ച കുംസാരക്കൂട്ടിലെ ആ പാപങ്ങളെല്ലാം